പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ സർക്കാർ തരുന്നുണ്ടോ? അപ്പൊ എന്താണ് അപ്പൊ ഈ പെൻഷൻ കിട്ടുന്ന സർക്കാരിന് വോട്ട് കൊടുക്കുന്നത് കൊടുക്കരുതെന്നാണ് BJP ഒക്കെ പറയുന്നത്. എന്താണ് അത് ചെയ്യുന്നത്? പിന്നെന്താണ് BJPയുടെ പ്രകടനത്തിൽ നടക്കുന്നത്? BJP പ്രവർത്തകയാണോ? ശബരിമലയിലെ സ്വർണ്ണം മോഷണം പോയതൊക്കെ അറിഞ്ഞായിരുന്നോ? ശബരിമലയിലെ സ്വർണ്ണം മോഷണം പോയതൊക്കെ അറിഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞു അയ്യപ്പന്റെ മോഷണമേ അയ്യപ്പന്റെ പിടിക്കൊന്നു അത് മൂന്നിനെ പിടിക്കുകയും ചെയ്തു. അതിലെ ആളുകളൊക്കെ പിടിച്ചോ? ജയിലിലാവൂ? അത് വലിയ പുള്ളികളൊക്കെ എങ്ങനെ പൊക്കിട്ടാണ് മറ്റെങ്ങനെ കിട്ടൂല. കൂടുതൽ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇത് BJPയുടെ ഒരു പ്രകടന വൃദ്ധയാണ്. അവർക്ക് സ്വാഭാവികമായി പരിശ്രമം ലഭിക്കുന്നത്. പക്ഷേ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാകും ഒരു BJPയുടെ ഭാഗമായി അവർ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകളടക്കമുള്ള സ്ഥാനാർത്ഥികളുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ആളുകൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? എന്താണ് ആളുകൾ പൊതുവിൽ പരാതി എന്താണ് പറയുന്നത്? വീടുകളിൽ സർക്കാരിനെതിരെ പരാതിയുണ്ട്. സർക്കാരിനെതിരെ ആളുകൾ എന്ത് പരാതിയാണ് പൊതുവിൽ പറയുന്നത്? എന്തിനും പറയുന്നത്? ചെയ്യുന്നില്ല. പെൻഷനെ കൊടുക്കുന്നില്ല. ശബരിമലയുടെ കാര്യമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ശബരിമല രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇവിടെ ചർച്ചയാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഇതാണ്. പല വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ചർച്ചയാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ ഉള്ളത്.
സംസ്ഥാനത്തിന്റെ പൊതുചിത്രം ദൃശ്യങ്ങൾ നോക്കുക. ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. നഗരമേഖലകൾ, ഗ്രാമമേഖലകൾ, അങ്ങനെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുപ്പ് ആവേശമാണ്. അവസാന ഘട്ടത്തിലേക്കാണ്. ഇതാ നോക്കൂ, പത്തനാപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാവുന്നു മനസ്സിലാക്കുന്നു. അവിടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രി തന്റെ മണ്ഡലത്തിൽ അവിടെ തദ്ദേശ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവസാന ഘട്ടത്തിൽ കളത്തിലിറങ്ങുന്നു. അദ്ദേഹം അവിടെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാകുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ സംസ്ഥാന നേതാക്കളൊക്കെ അവരുടെ കഴിയുന്നതുമുള്ള സാന്നിധ്യം പലയിടങ്ങളിലും അറിയിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ തദ്ദേശ പോരാട്ടം മുന്നോട്ട് പോവുകയാണ്. ശക്തമായ തദ്ദേശ പോരിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത്. വരുന്ന 7 ജില്ലകൾ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വരുന്ന 7 ജില്ലകൾ നിർണായകമാണ്. തിരുവനന്തപുരം പിന്നിട്ടാൽ, തിരുവനന്തപുരവും കൊല്ലവും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ജില്ലകളിലൊന്ന് എറണാകുളമാണ്. എറണാകുളം ജില്ല പറയാൻ പോകുന്ന രാഷ്ട്രീയം, കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് അടക്കം ഈ തദ്ദേശ പോരാട്ടത്തിലെ നിർണായക ഘടകമാണ്. യെസ്, തിരുവനന്തപുരത്താണ് കെ ബി ഗണേഷ് കുമാർ ഉള്ളത്. അദ്ദേഹത്തിന്റെ പാർട്ടി സ്ഥാനാർത്ഥിക്കൊപ്പം അദ്ദേഹം കളത്തിലിറങ്ങിയാണ്. വോട്ടഭ്യർത്ഥിച്ച് അദ്ദേഹം കളത്തിലുണ്ട്. തിരുവനന്തപുരം നഗരത്തിലാണ് അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നത്. നമുക്ക് എറണാകുളത്തേക്ക് പോകാം. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എറണാകുളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിന്റെ എല്ലാ പ്രത്യേകതകളുമുള്ള ജില്ലയാണ്. UDFന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമാണ് എറണാകുളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ഫലം മാറി മാറി വരാറുണ്ട്. ഇത്തവണത്തെ ചിത്രം എങ്ങനെയായിരിക്കും? എന്താണ് ഇപ്പോഴത്തെ കാഴ്ചകൾ അവിടുത്തെ? സജിത, വലിയ വാശിയേറിയ മത്സരത്തിലേക്കാണ് എറണാകുളം ജില്ല നീങ്ങുന്നത്. പൊതുവിൽ UDFന്റെ കോട്ടയെന്നെല്ലാം പറയുന്നിടത്ത് അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് പൊതുവിൽ കാഴ്ചവെക്കപ്പെടുന്നത്. ഇടതുമുന്നണിയും NDAയും എല്ലാം ചേർന്ന് വലിയ രീതിയിലേക്ക് മത്സരങ്ങൾ കൊഴുത്തിരിക്കുന്നു. നമ്മൾ കാണുന്നത് കൊച്ചി കോർപ്പറേഷനിലെ ഇടതുമുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. നഗര കേന്ദ്രീകൃതമാണ് ഈ പല വാർഡുകളും എന്ന് പറയുന്നത്. നമ്മളുള്ളത് കലൂരാണ്. കലൂര് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ PM ഹാരിസിന്റെ പ്രചരണ പരിപാടികളാണ് കടന്നു വരുന്നത്. വലിയ രീതിയിൽ കൊച്ചി കോർപ്പറേഷനിൽ തുടർ ഭരണമെന്നത് നിലനിർത്താനുള്ള വലിയ ശ്രമത്തിലെല്ലാം തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. കാരണം ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ്, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം വലിയ രീതിയിലുള്ള വികസന പദ്ധതികളെല്ലാം നടപ്പാക്കിയെന്ന് കൊച്ചി കോർപ്പറേഷൻ അവകാശപ്പെടുമ്പോൾ, ഇടതുമുന്നണി അവകാശപ്പെടുമ്പോൾ അത് ശരിയാണോ അല്ലയോ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്, സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. വലിയ ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ടോ ഇത്തവണ? വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങളെ കണ്ട് സംസാരിക്കുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2015 മുതൽ 20 വരെ ഇതേ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ കാണുന്ന വികസനങ്ങളൊക്കെ നടത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ വല്ലാതെ, കാരണം കൊച്ചിക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഒരു വികസനമാണ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ളത്. സമൃദ്ധി മുതൽ അതുപോലെ തന്നെ ഷീലോട്ട് മുതൽ അങ്ങനെ ഒരുപാട് വികസനങ്ങൾ നടത്തിപ്പോന്നിട്ടുള്ള, എണ്ണി പറയാവുന്ന ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ മുസ്ലിം ലീഗും ചില അടിയൊഴുക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട്. അതിലൊരു ചെറിയ പിളർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കവർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു